കോൺഗ്രസിൽ ഇപ്പോൾ രമേശ് ചെന്നിത്തലയേക്കാൾ ഏറ്റവും അധികം സ്വാധീനം രാഹുൽ മാങ്കൂട്ടത്തിനാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതികരിച്ച ഉമാസ് തോമസിന്റെ അവസ്ഥ ഇപ്പോൾ എന്താണെന്ന് സാറിന് അറിയാമെന്ന്? പിന്നെ കോൺഗ്രസിനകത്തുള്ള ആകെ ഒരു വനിതാ MLA എന്ന് പറയുന്നത് ഉമാ തോമസ് മാത്രമേ ഉള്ളൂ. അത് PT തോമസിന്റെ ഒരു ആർജവമുണ്ട് ഉമാ തോമസിന് കിട്ടിയിട്ടുണ്ട്. PT തോമസിന് ജീവിച്ചിരുന്ന സമയത്ത് തന്നെ ശവമഞ്ചം തീർത്തിട്ടുള്ളവരുണ്ടല്ലോ ഇവിടെ, അല്ലേ? പറയാനുള്ള കാര്യങ്ങൾ വളരെ ചങ്കൂറ്റത്തോടുകൂടി കൃത്യമായിട്ട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞതാണ് ശരി എന്ന് പിന്നീട് പലർക്കും തോന്നിയിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ ഉമാ തോമസ് എടുത്തിരിക്കുന്ന അദ്ദേഹം കൃത്യമായ നിലപാടെടുക്കുമ്പോൾ പാർട്ടി പോലും അദ്ദേഹത്തിനോടൊപ്പം നിൽക്കാത്ത അവസ്ഥയുണ്ട്. ഇപ്പൊ ഉമാ തോമസിനെയും പലരും ഇപ്പം എന്താണ് വിഷയം മാറ്റിവിടുകയാണ്. ഉമാ തോമസിനെ ചോദ്യം ചെയ്തതിന് MLA സ്ഥാനം രാജിവെക്കണം എന്ന് പറഞ്ഞതിനെ ചോദ്യം ചെയ്തുകൊണ്ട് വന്നിരിക്കുകയാണ് പലരും ഉമാ തോമസിന്റെ നേരെ. അപ്പൊ ഇനി അങ്ങോട്ടേക്ക് തിരിച്ച് വിടുക ശ്രദ്ധ. ഉമാ തോമസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, രാജിവെച്ച് പുറത്ത് ഇറങ്ങണം. ഇത് കേരളത്തിലെ സ്ത്രീകളോടുള്ള ഇത്തരത്തിൽ അപമാനിച്ച ഒരു പ്രസ്ഥാനത്തിന്റെ കൂടെ എനിക്ക് നിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് MLA സ്ഥാനം രാജിവെച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ കോൺഗ്രസ് നേതൃത്വം മുഴുവൻ വെട്ടിലാകും. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ വന്ന് ഉമാ തോമസിന്റെ കാല് പിടിക്കും. ആ അവസ്ഥയിലേക്ക് കൊണ്ട് എത്തിച്ചു കൊടുക്കണം. അതാണ് വേണ്ടത്. അപ്പൊ ഉമാ തോമസിന്റെ മൈലേജ് മാറും. ഉമാ തോമസ് പിന്നീട് തൃക്കാക്കര പോയി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി. മാങ്കൂട്ടത്തിന്റെ ആരാധകർ കണ്ടല്ലോ, സൈബർ ആക്രമണമാണ്. അന്ന് വീണപ്പോൾ എന്തുകൊണ്ട് ജീവൻ നഷ്ടമായിരുന്നെങ്കിൽ ഈ പ്രതിസന്ധി ഉണ്ടാകില്ലെന്നാണ് കുറിക്കുന്നത്. അതെ, ഇത്തരത്തില് എല്ലാം ചെയ്തു വെച്ചിട്ട് ന്യായീകരിക്കാനായിട്ട് കുറെ പേരും കൂടി ഉണ്ടെന്നുള്ളതാണ് ഈ കോൺഗ്രസ്സുകാർക്ക് പറ്റിയിരിക്കുന്നതെന്നറിയാമോ? ഇനി ഇപ്പൊ പ്രാഥമിക അംഗത്വത്തിൽ നിന്നാണ് പുറത്താക്കിയിരിക്കുന്നത്. ഈ പ്രാഥമിക അംഗത്വം പോലും ഇല്ലാത്ത ഒരാൾ എങ്ങനെ കോൺഗ്രസ് പാർട്ടിയുടെ MLA സ്ഥാനത്ത് തുടരുക? ആദ്യം അവരുടെ യൂത്ത് കോൺഗ്രസിൽ നിന്ന് രാജിവെപ്പിച്ചു. ആർക്ക് വേണം ഈ യൂത്ത് കോൺഗ്രസിന്റെ പദവി, അല്ലെ? യൂത്ത് കോൺഗ്രസിന്റെ പദവിയിൽ ഇരിക്കാവുന്ന ഒരാളാണെന്ന് ആർക്കറിയാമായിരുന്നു? ഇത് സാധാരണക്കാരന് അറിയാമായിരുന്നു? ഒന്നുമില്ലല്ലോ. ഇതിപ്പോ നോക്കണേ, പാലക്കാടൻ ജനതയാണ് വഞ്ചിച്ചിരിക്കുന്നത്. ഈ രാഹുൽ മാങ്കൂട്ടം വഞ്ചിച്ചിരിക്കുന്നതിനോടൊപ്പം തന്നെ സമാനമായിട്ട് ഷാഫി പറമ്പിലും ആ വഞ്ചനയിൽ പങ്കുണ്ട് എന്നുള്ളതാണ്. മെട്രോമാൻ ശ്രീധരനെയാണ് 2021 അങ്ങോട്ട് നീട്ടിവെച്ചു കൊടുത്തത് പാലക്കാട്ടുകാർക്ക്. പാലക്കാട്ടുകാര് ഈ ഷാഫി പറമ്പിലിനെ എടുത്ത് തോളത്ത് വെച്ചു. എന്നാ പിന്നെ മറ്റേ നമ്മുടെ ജോസഫൈൻ പറഞ്ഞതുപോലെ എന്നാ പിന്നെ നിങ്ങൾ അനുഭവിച്ചു. അതാണിപ്പോ പാലക്കാട്ടുകാരെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി 8 മാസം ബാക്കി നിൽക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ. അടുത്ത 2026 മെയ് മാസത്തിൽ പുതിയ മന്ത്രിസഭ അധികാരത്തിൽ വരണം. അപ്പൊ ഏപ്രിൽ മെയ് മാസത്തിലായിട്ട് 8 മാസം. അപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് ചിലപ്പോൾ പോകാനുള്ള 6 മാസത്തിൽ കൂടുതൽ ഉണ്ടെങ്കിൽ പോകാം. അവിടെ പോയി കഴിഞ്ഞാൽ പീരുമേട്ടിലും ഉപതെരഞ്ഞെടുപ്പ് വരാം. അവിടെ വാഴൂർ സോമന്റെ നിര്യാണത്തെ തുടർന്ന് CPIയുടെ സ്ഥാനാർത്ഥിയാണ്. 2016 വന്നിട്ട് ബിജി മോളായിരുന്നു. 2011 മുതലും ബിജി മോളായിരുന്നു. പിന്നീട് 2021 വരുമ്പോഴാണ് വാഴൂർ സോമൻ. അവിടെ CPIക്കകത്ത് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വാഴൂർ സോമന് വലിയ ഭൂരിപക്ഷമൊന്നും ഉണ്ടായിരുന്നില്ല, LDFന്റെ തരംഗം ഉണ്ടായിട്ട് പോലും. പക്ഷേ ഈ പിരിമേട്ടിലൊരു ഉപതെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ഈ മാങ്കൂട്ടത്തിന്റെ പ്രശ്നത്തിന് മുമ്പുള്ള സാഹചര്യമായിരുന്നുവെങ്കിൽ കോൺഗ്രസിന് അവിടെ നിന്ന് വിജയിക്കാൻ കഴിയുമായിരുന്നു. ഇനിയിപ്പോൾ കഴിയുമോ? അത് കോൺഗ്രസ് നേതൃത്വം അതാണ് ഇവരിങ്ങനെ ഈ ആദ്യമൊക്കെ ഇങ്ങനെ ഇതിനെ ചവിട്ടി മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇതിന്റെ നിയമപരമായ കാര്യങ്ങളൊക്കെ തേടുകയാണ്. എങ്ങാനും രാജിവെച്ചു കഴിഞ്ഞാൽ ഉപതെരഞ്ഞെടുപ്പ്. ഈ രാഹുൽ മാങ്കൂട്ടത്തെ എന്തുകൊണ്ടായിരിക്കും സംരക്ഷിക്കുന്നത്? കോൺഗ്രസിലെ വനിതാ നേതാക്കൾ മുഴുവൻ ആവശ്യപ്പെടുകയാണ് രാജി. അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തലയും അതോടൊപ്പം തന്നെ VD സതീശനും അടക്കമുള്ള നേതാക്കൾ ഈ രാജി ആവശ്യപ്പെട്ടു എന്ന് വാർത്തകൾ വരുന്നുണ്ട്. എന്നിട്ടും ഇദ്ദേഹത്തെ പിടിച്ചു നിർത്തണമെന്ന് ഉള്ളത് ആരുടെ ആവശ്യമാണ്? ഇതിനകത്തൊരു യുവ നേതൃത്വം കിടന്ന് കളിക്കുന്നുണ്ട്. അതാണ് ഇവർ മുഴുവൻ. ഇപ്പൊ ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തില്, ഷാഫി പറമ്പിൽ ഭാവി മുഖ്യമന്ത്രി എന്നുള്ളത് വരെ കണ്ടിരിക്കുന്ന ആളല്ലേ. ഷാഫി പറമ്പിലും മാങ്കൂട്ടവും വലിയ ചേർന്ന് സംയുക്തമായിട്ട് ചില ബിസിനസ്സുകളൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ ആയിക്കോട്ടെ, അതൊക്കെ അവരുടെ ഇഷ്ടം. അങ്ങനെ വലിയ ബന്ധവും ഒക്കെ നിലനിൽക്കുന്നുണ്ട്.
പിന്നെ അവരുടെ ഇതില് വലിയ ഒരു യുവനിര അണിനിരക്കുന്നുണ്ട്. യാതൊരു ഉളുപ്പും കൂടാതല്ലേ മാങ്കൂട്ടം വന്ന് കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ നിന്നത്. അതിന് ചുറ്റിനും അതേ പ്രായത്തിലുള്ള കുറെ തൊലിക്കെട്ടിയോടുകൂടി കുറെ കോൺഗ്രസ്സുകാരന്മാർ നിൽപ്പുണ്ടല്ലോ. അപ്പൊ ഇത്തരത്തിലുള്ള കുറെ പിന്തുണയുണ്ട്. ബാക്കി ഈ നിൽക്കുന്നത് പൂർവ്വ നേതാക്കളൊക്കെയാണ്. ഈ AK ആന്റണിയൊന്നും വാ തുറക്കാത്ത എന്താ? അനങ്ങിയിട്ടില്ലല്ലോ. വലിയ ആദർശം അങ്ങ് ഉടുത്തുകൊണ്ട് നടക്കുന്ന ആളല്ലായിരുന്നു. രാജിവെക്കാൻ പറയണം, അതാണ് വേണ്ടത്. രാജിവെക്കുകയാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ തീർച്ചയായിട്ടും കോൺഗ്രസിന് മൈലേജ് ഉണ്ടാവും. രാജിവെപ്പിച്ച് പാർട്ടിയുടെ അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുകയും എന്നേക്കുമായി പാർട്ടിയിൽ നിന്ന് എടുത്തു കളയണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കോൺഗ്രസിന് വലിയ മൈലേജ് കിട്ടും. കോൺഗ്രസ് ഇപ്പോൾ നേരത്തെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കണ്ട ആ ഫലത്തിന്റെ ആവേശത്തോടുകൂടി തിരിച്ചു കയറി വരികയും, കാരണം അൻവർ വിഷയം വന്നപ്പോൾ കൃത്യമായ നിലപാടെടുക്കാൻ കോൺഗ്രസ് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അൻവറിന്റെ വിഷയം പോലെയാണ്, അതിനേക്കാൾ ഗുരുതരമാണ് ഈ പ്രശ്നം. പക്ഷെ എവിടെ ഒരു നിലപാടെടുക്കാൻ കഴിയും? അൻവറിന്റെ വിഷയം അത് വേറൊരു തരത്തിൽ പോകുന്നതല്ലേ. അതിപ്പോ ഒരു രാഷ്ട്രീയ രീതിയിൽ നമ്മൾ കണ്ടാൽ മതി. ഇവിടെ അതല്ല, കേരളത്തിലെ വനിതാ സമൂഹത്തെ മുഴുവൻ അവഹേളിച്ചിരിക്കുകയാണ്. സ്ത്രീ സംവരണം എന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെ കോൺഗ്രസ് ഒരു പാർട്ടിയിലെ വനിതകൾക്ക് എങ്ങനെ പ്രവർത്തിക്കാൻ കഴിയും? അതാണ് ഇപ്പം കൊല്ലത്തുള്ള അവരുണ്ടല്ലോ ബിന്ദു കൃഷ്ണയും ഒക്കെ ഇതിനകത്ത് ഷാനി മോളും ഒക്കെ തന്നെ പറയുന്നുണ്ട് രാജിവെക്കണം. വളരെ നിശ്ചിതമായിട്ടാണ് ആവശ്യപ്പെടുന്നത്. അങ്ങനെ ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവർക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ നേട്ടം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളതാണ്. പക്ഷെ ഇതിപ്പോ ഹൈക്കമാൻഡിലും KPCCയിലും ഇത്രയും സ്വാധീനമുള്ള ഒരു നേതാവാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് ഇന്നാണ് ജനങ്ങൾ തിരിച്ചറിയുന്നത് അല്ലേ? അല്ല, ഇതിപ്പോ അവരനുഭവിക്കാൻ പോകുന്നു. അത്രേ ഉള്ളൂ. 2026 കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് കോവി തൊടേണ്ടി വരും. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നമ്മളൊക്കെ ചർച്ച ചെയ്ത കാര്യമാണ്. കോൺഗ്രസിന് അല്പം പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. രാഷ്ട്രീയ നിരീക്ഷകരും പറഞ്ഞു വലിയ രീതിയിൽ VD സതീശൻ പറയുന്ന പോലെ 100ഉം 98ഉം ഒന്നും നേടണമെന്നില്ല. ഭരിക്കാൻ എങ്കിലും തക്കവണ്ണമുള്ള രീതിയിൽ കയറി വരും. BJP കാരണം നിർണായക ശക്തിയായി മാറുന്നതുകൊണ്ട് ഇനി ഇവർക്ക് എന്താ? ഇവരത് മനസ്സിലാക്കണം. വീണ്ടും LDFന്റെ കൈകളിലേക്ക് ഇവർ ഭരണം കൊണ്ടെത്തിച്ചു കൊടുക്കുകയാണ്. ഇനി വേറൊരു കാര്യം കൂടെ നോക്കണം. ഘടകകക്ഷികൾ അതൃപ്തരാണ്. അവർക്കറിയാം സ്ഥിതി കൈവിട്ടു പോയി എന്നൊക്കെ. 2026 ഭരണമില്ലെന്നുണ്ടെങ്കിൽ ഇവരുടെ കൂടെ നിൽക്കുമോ? ഇനി 5 വർഷം കൂടെ ഇത്തരത്തില് ഈ കൊള്ളരുതാത്തവന്മാരുടെ കൂടെ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകും എന്നുള്ള രീതിയിലാണ്. ആദ്യം ലീഗ് തന്നെ തീരുമാനമെടുക്കും. ഇപ്പൊ അതിനിടയ്ക്ക് തന്നെ RSPയെ പിളർത്തിക്കൊണ്ട് ഒരു ഭാഗത്തെ റാഞ്ചാൻ വേണ്ടി CPM വട്ടമിട്ട് പറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഷിബു ബേബി ജോണിനെയും കൂട്ടരെയും അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഷിബു ബേബി ജോണിന്റെ ഡിമാൻഡ് എന്താന്ന് വെച്ചാൽ കൊല്ലം വേണം, അത് കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഓരോ ഘടകകക്ഷികളെയും എന്തെങ്കിലും പറഞ്ഞ് തൃപ്തിപ്പെടുത്തി കൊണ്ടുപോകും. കോംപ്രമൈസിന് തയ്യാറാകും LDF. കാരണം 3ാം വട്ടം ഭരണത്തിലേക്ക് വരണം. ഇത് പറ്റിയ സമയമാണ്. ഇത് ഒന്നാം തരം ആയുധമാക്കി LDF മാറ്റും. അവർ 3ാം വട്ടം അധികാരത്തിൽ വരുന്നതിനുള്ള തീവ്ര പരിശ്രമത്തിൽ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. കോൺഗ്രസ്സുകാർക്ക് മാനമുണ്ടെന്നുണ്ടെങ്കിൽ ഇയാളെ പിടിച്ച് പുറത്താക്കി പാർട്ടിയെ ശുദ്ധികലശം നടത്തണം. ഇല്ലെങ്കിൽ ഉമാ തോമസ് രാജിവെക്കുകയാണ് വേണ്ടത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.